പെണ്ണ് പോയപ്പോ ഒരു വല്ലായ്മ. പെണ്ണോ? ഏത് പെണ്ണ്? ഏത് പെണ്ണ്? ആ ക്രിസ്റ്റീന. ഒലക്കയുടെ മൂട്. ഞാൻ വിചാരിച്ച ഹാർഡ് ഡിസ്ക് മിസ്സായതിന്റെ വിഷമത്തിലായിരിക്കും പറഞ്ഞത്. ടോം ഇപ്പോഴും അവള് പോയതിന്റെ വിഷമത്തിൽ ഇരിക്കുക. നിങ്ങൾ ഒരിക്കലും നന്നാവാൻ പോകുന്ന മനുഷ്യ ഇരിക്കുക. നീ എന്താണ് ചാടുന്നത്? അവള് പോയപ്പോ പറഞ്ഞേക്ക ഓർമ്മയാണോ? എന്തോന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ സംഭവമുള്ള എനിക്ക് തോന്നുന്നു. പിന്നെ എന്തൊക്കെയോ സംഭവം? നിങ്ങള് അവളുടെ ഓർമ്മയിൽ ഇരിക്കുന്നോണ്ട് നിങ്ങൾക്ക് അങ്ങനെ പല കാര്യങ്ങളും തോന്നുന്നത്. അതല്ലെന്ന്. പിന്നെ അവള് പറഞ്ഞാൽ എന്തൊക്കെയോ കുറച്ച് ക്ലൂ ഇല്ലേ? എന്ത് ക്ലൂ? എനിക്കൊന്നും തോന്നില്ല. പാര വരുന്നത് പോലെ. അവളുടെ വട്ടത്തരത്തിന് അവൾ ഓരോന്നും വിളിച്ചു പറയുന്നത് അത്ര തന്നെ. അല്ലാതെ എനിക്ക് അതിൽ വലിയ ക്ലൂവോ പ്രശ്നമായിട്ടൊന്നും തോന്നുന്നില്ല. അവൾ വന്നപ്പോഴേ ഓരോ ഇടിവെട്ട് പ്രശ്നമായിട്ടാ വന്നത്. പോയപ്പോ അത്രയും സമാധാനം എന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കുന്നു. എന്നാലും ആ ഹാർഡ് ഡിസ്ക് എങ്ങനെ മിസ്സായെന്ന ടോമേ ഞാനിങ്ങനെ ആലോചിച്ചു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ആ ഫയല് ഹാർഡ് ഡിസ്കിൽ കോപ്പി ചെയ്ത് വെച്ചിട്ടാണ് ക്യാൻറ്റീനിൽ പോയത്. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഹാർഡ് ഡിസ്ക് ഇല്ല. ഹാർഡ് ഡിസ്ക് കിട്ടിയെങ്കിൽ ആ ഫയൽ റിക്കവർ ചെയ്ത് എടുക്കാനും പറ്റത്തുള്ളൂ. അതെ, എന്റെ ബലമായിട്ടുള്ള സംശയം ഇതാരോ അവിടുന്ന് അടിച്ചു മാറ്റിയെന്ന ടോമേ. ശരിയാണ്, അത് അടിച്ചു മാറ്റി 1 കോടി രൂപ കൊണ്ടുപറ്റോ. ടോമിനെ ഞാൻ പറയുന്നില്ല. പറയണ്ട. CCTV ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം. നേരത്തെ ഞാൻ നിന്റെ അടുത്ത് വന്നിരിക്കുന്നത് പൊക്കിയെന്നെ. നീ അതിന്റെ കുറവും കൂടെ ഉള്ളു CCTV. ആരുടെ ഭാഗ്യത്തിന് CCTV അവിടെ ഇല്ലാതാനും. ഇനി എന്തോ ചെയ്യുന്നു എന്റെ കർത്താവ്, ഞാനിങ്ങനെ ആലോചിക്കുന്നേ. എന്തെങ്കിലും ഒരു ഐഡിയ പറ. എനിക്കിപ്പോ തൽക്കാലം ആലോചിച്ചിട്ടൊന്നും തോന്നുന്നില്ല. ഞാൻ ഏതായാലും വേറൊരു കാര്യം തീരുമാനിച്ചു. എന്ത് കാര്യം? ഓഫീസിൽ പോകണ്ടെന്നായിരിക്കും. അതാ ജോലി നിർത്താനോ? അല്ലെന്ന്. പിന്നെ ഈ കാര്യം ഞാൻ ഇനി ആരും പോയി പറയാനൊന്നും പോകുന്നില്ല. അങ്ങനെയാണ് ഇങ്ങനെയാണ് ഭാര്യയാണ് ഭർത്താവാണ് പറയും തോറും വിശ്വസിക്കണമില്ല. ചുമ്മാ ഇപ്പൊ ഭ്രാന്തെടുക്കുന്നു. വിശ്വസിക്കാത്തവരുടെ പോയി പറയേണ്ട കാര്യം എന്തോന്നു? അത് പോണ വഴിക്ക് പോട്ടു. ഞാനും അത് തന്നെയാ ആലോചിച്ചത്. ശരിയാ, നമ്മൾ അമൽസാന്റെ അടുത്ത് എത്ര പ്രാവശ്യം പറയാൻ ശ്രമിച്ചത്. അങ്ങനെയാണെങ്കിൽ വിശ്വസിക്കുന്നോ? അതും ഇല്ല. നീ എന്തെങ്കിലും ആയി തീരട്ടെ. ഫോൺ എന്താടേ തന്നെ? ഇവിടെ വിജയല്ലേ? അവന് വൈരാഗ്യം ഉള്ളതെന്നെ. എന്തായാലും കൊള്ളാം. ശരിയടാ. ആരാ വിളിച്ചേ? ആഷിക്ക്. എന്ത് പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മറ്റേ സെക്യൂരിറ്റിക്കാരനെ അമൽ പോലീസിനെ കൊണ്ട് വിളിപ്പിച്ചു. ATM കാർഡ് എടുത്തതിനോ? എന്റെ ഈശോയെ, എനിക്ക് വയ്യാക്കിയതിന്റെ വല്ല കാര്യമുണ്ടോ? ഇപ്പോൾ കിട്ടിയ വാർത്ത, രഹസ്യ ദമ്പതികൾ IT കമ്പനിയിൽ അറസ്റ്റിൽ. ഈ രഹസ്യ ദമ്പതികൾ വാസ്തവത്തിൽ IT കമ്പനിയെ വഞ്ചിക്കുകയായിരുന്നു എന്നാണ് IT മേധാവി ശ്രീനിവാസ് പ്രതികരിച്ചത്. തട്ടിപ്പ്, വിശ്വാസവഞ്ചന, ആൾമാറാട്ടം ഈ കേസുകൾ ചുമത്തി പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തു. പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകരായ സെബാസ്റ്റ്യൻ കുടങ്ങാവിളയുടെ മകനും TP ജോർജിന്റെയും മകളെന്ന വിവരവും കേരള സമൂഹത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. ടോമേ, ഇങ്ങനെ ന്യൂസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? കുടുംബയുടെ കാലത്ത് കിടക്കേണ്ടി വരും. അപ്പൊ നമ്മൾ പോലീസ് കസ്റ്റഡിയിലായിരിക്കുമല്ലോ. എന്നാ പിന്നെ വീട്ടുകാർ നാടോട്ട് നമ്മൾ കേസൊക്കെ കഴിഞ്ഞ് പയ്യെ പോവാം. നമ്മുടെ കേസൊക്കെ തെളിഞ്ഞ് നമ്മൾ നിരപരാധികളാണ് നാട്ടുകാരും വീട്ടുകാരും അറിയുമ്പോഴത്തേക്ക് നമ്മുടെ ലൈഫിന്റെ പകുതി അങ്ങ് പോവുമല്ലോ ടോമേ. അത് വരുമ്പോ നമുക്ക് പോവാം, ഓഫീസിൽ പോവാം. എനിക്ക് വയ്യ. എന്തായാലും ഇത്ര ചെറിയ കാര്യത്തിന് ആ സെക്യൂരിറ്റിയായി ഈ അമൽ പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അയാൾ എന്തായാലും ഇങ്ങനെയൊക്കെ പോകത്തുള്ളൂ. എനിക്ക് പേടിയാവുന്നു. എനിക്ക് പേടിയൊന്നുമില്ല. നീ വാ. അപ്പോ ഇറങ്ങുന്നില്ലേ?